പാസ്ത റെസിപ്പിയാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അത് ഒരു കുക്ക് ചെയ്യാൻ ഒരു പാത്രം കണക്കനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇട്ടോളൂ. ഉപ്പിടും, കുറച്ച് ഉപ്പിടും. ഓക്കെ. തൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ആഡ് ചെയ്യും. ഓക്കെ, ചെയ്യാം. പാകത്തിന് കുക്ക് ചെയ്യാം. മൂടിയിടും. ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് വീഡിയോ വെൽക്കം മൈ കിച്ചൻ്റെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പാസ്ത വേവിച്ചിട്ടുണ്ട്, ഊറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 100 ഗ്രാം കോണ്, ഒരു മീഡിയം ക്യാപ്സിക്ക, ഒരു മീഡിയം സവാള, ഒരു കുഞ്ഞ് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബട്ടർ ആഡ് ചെയ്യണം. അത്യാവശ്യത്തിന് ബട്ടർ ചേർക്കുക. വെളുത്തുള്ളി ഒപ്പിക്കണം. വെളുത്തുള്ളി മൂത്തതിന് ശേഷം മൂത്തതിന് ശേഷം സവാള. കൈയെടുക്കാതെ സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് ക്യാപ്സിക്കം. കോണും ഒരുമിച്ചിടുക. കോണും പോക്കോൺ. മിക്സ്. 1/4 സ്പൂൺ ഉപ്പ്, വൈറ്റ് പെപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ 1/2 സ്പൂൺ. മിക്സിങ് നന്നായിട്ട് വേവിക്കണം. 1 സ്പൂണ് റെഡ് ചില്ലി ക്രഷ് ചെയ്തത്. നമുക്ക് വേവിച്ചെടുത്ത പാസ്ത ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു പാക്കറ്റ് പാലെടുക്കുക. കോൺഫ്ലവർ ചേർത്തിട്ട് എന്ത് ചെയ്യാം, 2 സ്പൂണും കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് കുറുക്കാക്കാം. നമുക്ക് പാസ്തയ്ക്കുള്ള സോസ് ഉണ്ടാക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാം. നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറുക്ക് പരുവുന്ന പോലെ ഇത് സോസാക്കി മാറ്റുകയാണ് ഗൈസ്. മിൽക്ക് ക്രീമി ആ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഓർഗാനി കുറച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ചില്ലി ക്രഷ് ചെയ്തത് കുറച്ച്, പാസ്തയിലേക്ക് നമ്മൾ സോസ്, മിൽക്ക് ആൻഡ് ക്രീമി സോസ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യാം.